മലയാളികളുടെ പ്രിയപ്പെട്ട താരമായിരുന്നു കൊല്ലം സുധി. എന്നാൽ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം, വിയോഗത്തിന് ശേഷം സോഷ്യൽ മീഡിയ വഴി അഭിനയത്തിലൂടെയും റീൽസിലൂടെയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിലുള്ള ആരാധകരെ പിടിച്ചടക്കാനുള്ള നീക്കത്തിലായിരുന്നു രേണുസുധി. അതിൽ കുറേയൊക്കെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാനും സാധിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്ന താരമായി രേണുസുധി മാറിക്കഴിഞ്ഞു. എന്നാൽ ആരാധകർ രേണുസുധിയെ പ്രശംസിക്കുകയാണോ വിമർശിക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൂടുതലായും വിമർശിക്കുക എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അനവധി വിമർശനങ്ങൾ തന്നെയാണ് രേണുസുധിയെ തേടി എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ എക്സ്ക്ലൂസീവ് കണ്ടന്റ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാൻ തുടങ്ങിയ ശേഷം രേണുസുധിക്ക് വിമർശനത്തിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ രേണുസുധി തന്നെ സ്വയം ലൈവിൽ വന്ന് തന്നെ വെറുതെ വിടുന്ന കാര്യങ്ങളെല്ലാം തന്നെ രംഗത്ത് പറയുകയാണ്. എന്നാൽ അതിലും കൂടി രേണുസുധി വാശിയുടെ കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നുമുണ്ട്. ഇടയ്ക്ക് രേണു എന്ന് പറയും, എന്നെ വെറുതെ വിടൂ, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് രേണുസുധി, ഞാൻ ഇനിയും എന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുക തന്നെ ചെയ്യും, നിന്നെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യടാ എന്ന് പറയുന്ന ആളുകളാണ് രേണുസുധി. എന്നാൽ ഇതിന് രണ്ട് വശമുണ്ട്. ഒരുപക്ഷം ആളുകൾ അവരുടെ സ്വന്തത്തിന് ഇഷ്ടമായി തന്നെ ജീവിച്ചോട്ടെ എന്നും എന്തിനാണ് അവരെ ശല്യം ചെയ്യാൻ പോകുന്നത് എന്നും ചോദിക്കുമ്പോൾ, മറുവശത്ത് ആളുകൾ രേണുസുധി ഇങ്ങനെ ചെയ്യുന്നത് സുധിയുടെ മാനം കളയുകയാണ് എന്ന് പറയുന്ന തരത്തിലും ആളുകൾ എടുക്കുന്നുണ്ട്. രണ്ടാം വിവാഹത്തെപ്പറ്റി രേണുസുധി ആലോചിക്കാൻ തുടങ്ങിയെന്നും ഉടനെ ഒരു വിവാഹം കാണാൻ സാധിക്കുമെന്നും പ്രേക്ഷകരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇതിനും രേണുസുധി ഒരിക്കൽ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. താൻ രണ്ടാമതൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്നും ജീവിതത്തിൽ ഒരു കൂട്ടു വേണമെന്നെല്ലാം തോന്നിയെന്നെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി രേണുസുധി പുറത്തുവിട്ടതാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു വിവാഹം ഉടനെ ഉണ്ടാകും എന്ന കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള തർക്കങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ആരാണ് വരൻ എന്നും പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരുപാട് സ്ക്രീൻഷോട്ട് വിവാദങ്ങളും പുറത്തു വരുന്നത്. രേണുസുധിയുടെ എന്ന് പറയപ്പെടുന്ന ഒരുപാട് സ്ക്രീൻഷോട്ടുകളുടെ വിവാദം ഇതിനിടയിലൂടെ രേണുക്ക് വലിയ അടിയായി മാറുകയാണ്. അതിലൂടെ ആൽബത്തിന്റെ വിവാദങ്ങളും മൊത്തത്തിൽ നോക്കിയാൽ വലിയൊരു വിവാദങ്ങൾ തന്നെയാണ് രേണുസുധിയെ കുറച്ചു കാലമായി തേടി വന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ രേണുസുധി സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. അതോ രേണുസുധിയെ എതിർക്കുകയാണെങ്കിലും അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.